ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഗാലക്സിൻ്റെ A52 എന്ന ഈ ഒരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഫോണിനല്ല പ്രത്യേകത ഉള്ളത്, കാരണം ഈ ഒരു ഫോണിൻ്റെ സീരീസിനാണ് പ്രത്യേകത. അതായത് ഗാലക്സിൻ്റെ A5 എന്ന ആ സീരീസിൽ വന്നിട്ടുള്ള എല്ലാ ഫോണും ക്ലിക്കായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഗാലക്സിൻ്റെ A5 പറഞ്ഞാൽ 2015 ഇറങ്ങിയ ഫോണും അതിനുശേഷം 2016 ആയാലും 2017 ഓരോ ഫോൺ ഇറങ്ങി. ഗാലക്സി A5 2016 എന്നൊക്കെ പറഞ്ഞിട്ട് 2017 പറഞ്ഞിട്ട് ഇറങ്ങി. അതിനുശേഷം ഗാലക്സിൻ്റെ 2019 ഗാലക്സി A50 പറഞ്ഞിട്ടും ഗാലക്സി A50s എന്ന പേരിലും, അതായത് ഗാലക്സി A50s എന്നുള്ള ആ ഫോൺ മാത്രമാണ് ക്ലിക്കാതെ നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫോണും ക്ലിക്കായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവസാനമായിട്ട് ഗാലക്സിൻ്റെ A51 വന്ന്. 51 ഇപ്പോഴും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു ഫോണാണ്. അതായത് അതിൻ്റെയൊക്കെ ഒരു സീരീസിൽ 2021 ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഫോൺ, ഗാലക്സിൻ്റെ A52 എന്ന ഈ ഒരു ഫോൺ. ഇതിൻ്റെ 4Gയിലും വന്നിട്ടുണ്ട്, 5Gയിലും വന്നിട്ടുണ്ട്. അപ്പം 5Gയിലുള്ള ഫോണാണ് ആദ്യം ഇറങ്ങിയിട്ടുള്ളത്. 5Gയിലുള്ള ഫോൺ കുറച്ചൊക്കെ പ്രൈസ് കൂടുതലാണ്. ഈ ഒരു ഫോണിനും അത്യാവശ്യം നല്ല പ്രൈസൊക്കെ ഉണ്ട്. എന്നിരുന്നാലും 5Gനെ അപേക്ഷിച്ചിട്ട് ഇതിന് കുറച്ച് പ്രൈസ് കുറവാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ ഗാലക്സി A52 അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. മോഡൽ നമ്പർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോറേജും കാണുന്നുണ്ട്. ഇതിൻ്റെ റാം ഇവിടെ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ റാം വ്യത്യസ്ത വേരിയൻറ്റുകളിലായിട്ട് വരുന്നുണ്ട്. അതായത് 4GB റാമിലും 6GB റാമിലും 8GB റാമിലും ഈ ഒരു ഫോൺ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 8GB 256GB പറഞ്ഞിട്ട് മറ്റൊരു വേരിയൻറ്റ്, അങ്ങനെ മൊത്തം 4 വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് വൈറ്റ് കളറാണ്. 4G ഫോണാണിത്. ഇതിൻ്റെ 5G ഓൾറെഡി ഇറങ്ങിയതാണ്. ഇപ്പോൾ 4G ഫോണാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ A32ൻ്റെ 5G ഫോൺ നമ്മൾ ഈ ചാനലിൽ അൺബോക്സ് ചെയ്ത് നമ്മൾ കാണിച്ചതാണ്. ആദ്യം തന്നെ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പല ആളുകൾക്കും പൗച്ചൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടു. പല ആളുകളും പൗച്ച് കാണാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഗാലക്സി ഫോണുകൾ സാധാരണ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലായിട്ടാണ് പൗച്ച് കാണാറുള്ളത്. ഞാൻ പറയാൻ കാരണം ചില പ്രശസ്ത ചാനലിൽ പോലും പൗച്ച് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ഇത് കണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. എനിക്ക് കിട്ടിയ ഈ ഒരു പീസിൽ പൗച്ച് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാറ്റലോഗും കിട്ടിയിട്ടുണ്ട്. സിം റിമൂവ് ചെയ്യാനുള്ള ഒരു എജക്ടറും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഈ ഒരു സൈഡിലേക്ക് വെക്കാം. നമുക്കിവിടെ ഒരു USB Type-C കേബിൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരു USB to Type-C ആണ്, അല്ലാതെ Type-C to Type-C അല്ല. പിന്നെ ഈ ഒരു ഫോണിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാ ആളുകളും അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. പക്ഷേ ഇതൊരു GCC സ്റ്റോക്കാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹെഡ്ഫോൺ ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടില്ല. ഇതിന് സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ കൂട്ടത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിലേക്ക് തന്നെ തിരിച്ചു വരാം. ഫോണിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇൻഫിനിറ്റി ഡിസ്പ്ലേ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. കോഡ് ക്യാമറ എന്ന് കാണുന്നുണ്ട്. IP67 വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയേണ്ട മെയിൻ പ്രത്യേകതയാണ്, സാധാരണഗതിയിൽ സാംസങ്ങിൻ്റെ ഈ ഒരു റേഞ്ചിലുള്ള ഫോണിലൊന്നും ഇല്ലാത്തൊരു ഫീച്ചറാണ് ഇത്. IP67 വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇതിൽ പെട്ടെന്നൊന്നുള്ള ഒരു വെള്ളം കയറൽ ഇതിന് ഉണ്ടാവില്ല. അതായത് പെട്ടെന്ന് ഇതിലേക്ക് പൊടിയും വെള്ളമൊന്നും കയറില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കമ്പനി പറയുന്നത് 1 മീറ്റർ ആഴത്തിലാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് വരെ വെള്ളം കയറാതെ ഫോൺ നിൽക്കും എന്നുള്ളതാണ്. എന്ന് കരുതി വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിന് വാറണ്ടി കിട്ടില്ല. അതൊരു ഫോണിനും അങ്ങനെ വാറണ്ടി കിട്ടുന്നില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ വാറണ്ടി നഷ്ടപ്പെടുന്നതായിരിക്കും. പക്ഷേ കമ്പനി അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ലൊരു ഡിസൈനിങ് തന്നെയാണ്. നമുക്ക് ഫോണിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാക്കിംഗ് കൂടി ഒന്ന് റിമൂവ് ചെയ്യാം. ഈ ഒരു ഫോണിൻ്റെ പവർ ബട്ടൺ വലത് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലത് സൈഡിലായിട്ടാണ് വോളിയം അപ്പ് ഡൗൺ ബട്ടണൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകൾ വശം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കാണുന്നുണ്ട്. സിം കാർഡ് ട്രേ മുകൾ വശത്തായിട്ടാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് കാണുന്നത് 3.5mm ഹെഡ്ഫോൺ ജാക്ക് കാണുന്നുണ്ട്. ഒരു നോർമൽ മൈക്രോഫോണും കാണുന്നുണ്ട്. Type-C ഇൻപുട്ടും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും ഈ ഒരു ഫോണിൽ കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്ക് വശം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. പക്ഷേ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഒരു ഗ്ലാസ് ആയിട്ട് നമുക്ക് തോന്നാം. ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണെങ്കിലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. അതായത് ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള ഗാലക്സി A50 അല്ലെങ്കിൽ A51 വന്നിട്ടുണ്ട്. അതിന് പ്ലാസ്റ്റിക് ബോഡിയല്ല ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്.
ഇതിൻ്റെ പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ഒരു പ്രത്യേക ഡിസൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്ത് കാണാം. സാധാരണ ഫോണിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആണ് ഈ ഒരു ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗാലക്സി A32 കൊടുത്തിട്ടുള്ള അതേ ഒരു ഡിസൈനിങ് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ ക്യാമറ ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് 64 മെഗാ പിക്സലും അൾട്രാ വൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 12 മെഗാ പിക്സലും ഡെപ്ത് സെൻസറും മൈക്രോ ലെൻസും 5 മെഗാ പിക്സൽ വീതവുമാണ്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഒരു LED ഫ്ലാഷും കാണുന്നുണ്ട്. ഇതിവിടെ സാംസങ്ങിൻ്റെ ബ്രാൻഡാണ് കാണുന്നത്, മറ്റൊന്നും ഈ ഒരു സൈഡിൽ കാണുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ. ഗൊറില്ല 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഫുൾ HD ഡിസ്പ്ലേ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സിം കാർഡ് ട്രേ ഒന്ന് പരിശോധിച്ച് നോക്കാം. എത്ര സിം കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിന് നമുക്കൊരു പോരായ്മ ആയിട്ട് കിട്ടിയിട്ടുള്ളത് 2 സിം കാർഡ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മെമ്മറി കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിം കാർഡ് മാത്രമേ നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഒരു ഫോണിൻ്റെ ഒരു പോരായ്മയായിട്ട് കാണാം. മറ്റു ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഫോൺ തന്നെയാണ്. ഫോണിൻ്റെ ബാറ്ററി 4500 mAh ആണ്. ഇതിൻ്റെ ചാർജിങ് പറയുന്നത് കമ്പനി അരമണിക്കൂർ കൊണ്ട് 50% ചാർജ് ആവും എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 720G ആണ്. ഇത് നമ്മൾ പല ഫോണുകളിലും കണ്ടിട്ടുണ്ട്. സാംസങ് ഉപയോഗിക്കുന്ന മിക്ക ഫോണുകൾ, അതായത് കുറച്ചൊരു 25,000 രൂപേൻ്റെ റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകൾക്കും ഈ ഒരു പ്രൊസസ്സറാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോൺ നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ പിടിക്കാനൊക്കെ വളരെ എളുപ്പമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വെറും 189 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. അതായത് ഒരു 200 ഗ്രാമിൻ്റെ ഒക്കെ മേലെ വരുമ്പോഴാണ് നമുക്ക് ഫോണ് പിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളൂ. ഇത് 189 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. അതുകൊണ്ട് നമുക്ക് പിടിക്കാനൊക്കെ വളരെ സുഖം തന്നെയാണ്. അധികം ഒരു വെയിറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഈ ഒരു ഫോണില്ല. എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ് മാത്രമാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പരമ്പര വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോഡലായിരുന്നു ഗാലക്സി A5, A56, അതുപോലെ തന്നെ A50, A51. അതേ ഒരു സീരീസിലായതുകൊണ്ട് ഒട്ടും മോശം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ ഒരു ഫോൺ ഓണായിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം എബൌട്ട് ഡിവൈസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ എബൌട്ട് ഡിവൈസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ആദ്യം ഇവിടെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മോഡൽ നമ്പറൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ മോഡൽ നമ്പറിലേക്ക് തന്നെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും SM-A525F എന്നുള്ളത്. ഈ ഒരു ഫോണിൻ്റെ മോഡൽ നമ്പർ കണ്ടാൽ നമുക്ക് 4G ആണോ 5G ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ നമുക്ക് ആദ്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 525 എന്ന മോഡൽ, അതായത് അവസാനിക്കുന്നത് F-ലാണ് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു 4G ഫോണാണ്. അവസാനിക്കുന്നത് B-യിലാണെന്നുണ്ടെങ്കിൽ അതൊരു 5G ഫോണാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫോൺ 5G-യിലാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ A526B എന്നാണ് കൊടുക്കുക. നമുക്ക് മറ്റൊരു ഫീച്ചർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 3G-യിലാണ് വരുന്നുണ്ടെങ്കിൽ H ആണ് വരിക. ഈ ഒരു ഫോൺ 3G-യിലില്ല. ഇനി ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മോഡൽ നമ്പർ A525H എന്നായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെ Android 11-ലാണ്. ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പാനൽ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വൈഫൈ കാണുന്നുണ്ട്. വൈഫൈ കാണുമ്പോഴാണ് നമുക്ക് പറയാനുള്ളത് വൈഫൈ ഹോട്ട്സ്പോട്ട്, വൈഫൈ ഡയറക്റ്റ്, ഡ്യുവൽ ബാൻഡ് വൈഫൈ എല്ലാ ഫീച്ചറും ഈ ഒരു ഫോണിലുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് 5ഉം ഈ ഒരു ഫോണിലുണ്ട്. അതോടൊപ്പം തന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ടു വിൻഡോസ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് വ്യൂ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. കംഫർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് മോഡ് ഇത് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. NFC ഫീച്ചറും ഈ ഒരു ഫോണിലുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിവൈസ് കയറും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫോൺ പല വേരിയൻറ്റുകളിൽ വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫോൺ എത്ര GB റാമാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സ്റ്റോറേജ് ആദ്യം കാണിച്ചു തരാം. 128 GB 25 GB ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ റാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാമാണ് ഈ ഒരു ഫോണിൻ്റെ റാം. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 27,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഫീച്ചറുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ സാധാരണ സാംസങ്ങിൽ നിന്നും അപേക്ഷിച്ചിട്ട് ഒരു എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫീച്ചറാണ് ഫൺ എന്നൊരു ഫീച്ചർ. ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഡാറ്റ ആയിട്ടോ വൈഫൈ ആയിട്ടോ കണക്ട് ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഞാനിത് പരിശോധിച്ചിട്ടില്ല. ഇതിനെപ്പറ്റി നമ്മൾ പിന്നീട് പറയാം. കാരണം ഈ ഒരു ഫീച്ചർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല.
അടുത്തതായിട്ട് സിംഗിൾ ടേക്ക്. സാംസങ്ങിൻ്റെ ഫോണുകളിലൊക്കെ കാണാറുള്ള ഒരു സിംഗിൾ ടേക്ക് ഫീച്ചറാണിത്. ഒറ്റ ക്ലിക്ക് തന്നെ നമുക്ക് അനവധി ഫോട്ടോ ഒരുമിച്ച്, അതുപോലെ തന്നെ അനവധി വീഡിയോ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട്. പിന്നെ ഇതൊരു നോർമൽ ഫോട്ടോ മോഡ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൽ 3 ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതായത് അൾട്രാ വൈഡ് ആക്കാനും നോർമൽ മോഡ് ആക്കാനും കുറച്ച് സൂമിങ് കൊടുക്കാനും, അതായത് 2x സൂമും, ഇങ്ങനെ 3 ഓപ്ഷൻ കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാലും നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. പിന്നെ ഇതിൻ്റെ മോർ ഓപ്ഷനിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്ഷനുകൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിൽ പോർട്രേറ്റൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ സാംസങ്ങിൻ്റെ പല ഫോണുകളിലും ഈ ഒരു സെക്ഷനിൽ ഫോക്കസ് മോഡ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പോർട്രേറ്റ് പറഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു മോഡ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലോ മോഷൻ നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റും, മാക്രോ, സ്ലോ മോഷന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 32 മെഗാപിക്സലാണ് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റും അതോടൊപ്പം തന്നെ ഫേസ് ലോക്കൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫോണിൽ ഞാൻ ഫിംഗർ പ്രിൻറ്റും ഫേസ് ലോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഫാസ്റ്റ് ഉണ്ട് എന്നുള്ളത് നോക്കൽ വളരെ അത്യാവശ്യം തന്നെയാണ്. കാരണം സാധാരണ ഫിംഗർ പ്രിൻറ്റ് സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം അത് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യും. പക്ഷേ ഡിസ്പ്ലേയിൽ വരുന്ന ഫിംഗർ പ്രിൻറ്റ് പല ആളുകൾക്കും ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. നമുക്ക് ആദ്യം തന്നെ പരിശോധിച്ച് നോക്കുകയാണ്. ചെറിയൊരു ഡിലേ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ കണ്ടോ, അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് അത്രയൊക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളൂ. ഇതിൻ്റെ ഫേസ് ലോക്കും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫേസ് ലോക്കും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ലോക്ക് തുറക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു ഫോൺ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയിട്ട് നല്ലൊരു ഡിസൈനിങ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഫോണിനെ പറ്റി തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫോൺ ഞാനിപ്പോൾ പൗച്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കൂടെ കിട്ടിയിട്ടുള്ള ആ ഒരു പൗച്ചും ഇട്ടിട്ടുണ്ട്. ഈ ഒരു പൗച്ച് ഇട്ടിട്ട് നമുക്ക് പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ബാക്ക് സൈഡിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതായത് സാധാരണ ഇതിൻ്റെ മുമ്പുണ്ടായ ഡിസൈനിങ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ ഒരു നല്ലൊരു ഡിസൈനിങ് ആയിട്ട് നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ ക്യാമറൻ്റെ വലുപ്പം കണ്ടാലും അറിയാം, നല്ലൊരു ക്ലാരിറ്റി ഈ ഒരു ഫോണിൻ്റെ ക്യാമറക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ലൊരു ഇത് തന്നെയാണെന്ന് പറയാം. കാരണം പക്ഷേ ഫേസ് ലോക്കിന് ചെറിയൊരു ഡിലേ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എന്നാലും സാധാരണ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന സാംസങ്ങിൻ്റെ മറ്റ് ഫോണുകളിലൊക്കെ ഏകദേശം അതേമാതിരിയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് അൺബോക്സ് ചെയ്ത റെഡ്മി 10 വളരെ ഫാസ്റ്റ് തന്നെ. ഇനി അത്ര ഒരു ഫാസ്റ്റ് ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാലും നല്ലൊരു ക്വാളിറ്റി തന്നെയാണെന്ന് നമുക്ക് പറയാം. എനിക്ക് ഈ ഒരു ഫോണിനെ പറ്റി നമ്മൾ മൊത്തത്തിൽ നോക്കിയപ്പം ഇതിൻ്റെ എല്ലാ ഫീച്ചറുകളും നല്ല ഇഷ്ടപ്പെട്ടു. കാരണം പ്രൊസസ്സർ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ഫോണുകളൊക്കെ നല്ലൊരു ഫോൺ തന്നെയാണ്. ഇവർ ഹാങ് ആണ്, ഒരു ഇഷ്യൂ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു ഫോണിന് 8 GB റാമും ഉണ്ട്, പിന്നെ 128 GB സ്റ്റോറേജും ഉണ്ട്. 256 GB ആണ്ട് ആളുകൾക്ക് ആ ഒരു ഫോൺ മറ്റൊന്നും ഉണ്ട്. അപ്പോൾ എല്ലാം നിലക്കും നോക്കിയിട്ട് എനിക്കൊരു ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ എനിക്ക് ആകെ ഇതിൽ ഒരു ഫോണിന് പറയാനുള്ളത് ഈ ഒരു ചെറിയ ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്താ വെച്ചാൽ ഇതിൽ ബോഡി കട്ടിയുള്ളത് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഒരു ബോഡി കട്ടിയുള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് ഒരു ഇത്തിരി കൂടിയിട്ടുണ്ട്. കാരണം സാംസങ്ങിൻ്റെ A51 ഇത്ര തിക്നെസ് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ A71 ഇത്ര തിക്നെസ് വന്നിട്ടില്ല. ഈ ഒരു ഫോണിന് ഇപ്പോൾ ഐഫോണിൻ്റെ പോലെ ഒരുപാട് തിക്നെസ് കൂടി. ഐഫോണിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ തിക്നെസ് വളരെ കൂടുതലാണ്. കാരണം 6ഉം 7ഉം ആയിരുന്ന സമയത്ത് തിക്നെസ്സിൻ്റെ ഒരു പ്രശ്നമല്ല. ഇനി ഐഫോൺ 8ൻ്റെ മേലോട്ട് വന്ന ഫോണുകളൊക്കെ തിക്നെസ് നല്ലോണം കൂടി. കാരണം അതിൻ്റെ ബോഡി മാറിയതാണ്. അതേ ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബോഡി മാറ്റിയതോടുകൂടി ഇതിൻ്റെ തിക്നെസ് ഒരുപാട് കൂടി. പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ IP67 പ്രൊട്ടക്ഷൻ ഉണ്ട്. IP67 പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം പെട്ടെന്നൊന്നും വെള്ളം കയറാനുള്ള സാധ്യതയൊന്നുമില്ല. ചെറിയ മയത്തൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു ഫോണിനെ പറ്റി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീപ്ലൈ തന്നിരിക്കും.